പത്തനംതിട്ടയിൽ മരിച്ച 68 പേർക്ക് പെൻഷൻ കൊടുത്തു. എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരിലുള്ള സർക്കാർ പെൻഷൻ സ്വാഭാവികമായും നിർത്തണം. പക്ഷേ പത്തനംതിട്ടയിൽ പുറത്തു വന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഞെട്ടിക്കുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മരിച്ച 68 പേരുടെ പേരിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ തുടർന്നും വിതരണം ചെയ്തതായി കണ്ടെത്തി. മാത്രമല്ല, ഇതിലൂടെ വിതരണം ചെയ്തതായി കണ്ടെത്തിയ തുക ഏകദേശം 29.70 ലക്ഷം രൂപ. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ആരാണ് ഉത്തരവാദി? മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നു. അതിലും പ്രധാനമായി സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരാൾ മരിച്ച വിവരം പോലും കൃത്യമായി കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട്? നമുക്ക് പരിശോധിക്കാം. പത്തനംതിട്ട നഗരസഭയുമായി ബന്ധപ്പെട്ട ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത്. ഓഡിറ്റ് പരിശോധനയിൽ 68 ഗുണഭോക്താക്കൾ മരണപ്പെട്ട ശേഷവും അവരുടെ പേരിലുള്ള സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ തുടർന്നതായി കണ്ടെത്തുകയായിരുന്നു. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങി വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തിരുന്നത്. ചിലരുടെ അക്കൗണ്ടുകളിൽ 10,000 കണക്കിന് രൂപ വരെ എത്തിയിരുന്നു. ചില അക്കൗണ്ടുകളിൽ 60,000 രൂപയോളം പെൻഷൻ തുകയായി എത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ചെറിയ സാങ്കേതിക പിഴവായി മാത്രം കാണാൻ കഴിയില്ല. കാരണം ഒരു മാസത്തെ പെൻഷൻ തെറ്റായി എത്തിയതല്ല. മരണത്തിന് ശേഷവും പല തവണകളായി പെൻഷൻ വിതരണം നടന്നതായി ഓഡിറ്റ് കണ്ടെത്തി. ഇവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ഒരാൾ മരിച്ചാൽ ആ വിവരം സർക്കാർ രേഖകളിൽ എങ്ങനെയാണ് എത്തുന്നത്? മരണ രജിസ്ട്രേഷൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനാൽ മരണവിവരം ലഭിച്ച ശേഷം ആ വ്യക്തിയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ കേസിൽ അത്തരത്തിലുള്ള ഒരു പരിശോധനയും വിവര കൈമാറ്റവും പൂർണ്ണമായി നടന്നിട്ടില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം നഗരസഭ അധികൃതരുടെ വിശദീകരണത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ മരണവിവരം യഥാസമയം നഗരസഭയെ അറിയിച്ചില്ലായിരിക്കാമെന്നും പറയുന്നുണ്ട്. ഇവിടെയാണ് മറ്റൊരു പ്രധാന വിഷയം. ഒരു കുടുംബത്തിലെ ഒരാൾ മരിച്ചാൽ ആ കുടുംബം തീർച്ചയായും മരണവിവരം സർക്കാർ ഓഫീസിൽ അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനത്തിനും മറ്റ് സ്വന്തം ഡേറ്റ പരിശോധിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. മരണ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതേ വ്യക്തി ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സർക്കാർ രേഖകളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്നാൽ പെൻഷൻ രേഖകളിൽ അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന വിചിത്രമായ അവസരം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുണ്ടാകും. പത്തനംതിട്ടയിലെ സംഭവത്തിൽ അതുതന്നെയാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. മരണ രജിസ്ട്രേഷനും പെൻഷൻ ഡാറ്റാബേസും തമ്മിൽ കൃത്യമായ പരിശോധന നടന്നിരുന്നുവെങ്കിൽ ഈ പണം തുടർന്നും വിതരണം ചെയ്യേണ്ടി വരുമായിരുന്നു. ഓഡിറ്റ് വിഭാഗം ഇത്തരത്തിൽ അനർഹമായി വിതരണം ചെയ്ത തുക തിരിച്ചു പിടിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഏകദേശം 29.70 ലക്ഷം രൂപയാണ് ഈ 68 പേരുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയത്. അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് പോയ പണം തിരികെ ലഭിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇനി മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഈ വാർത്തയെ സർക്കാർ 68 മരിച്ച ആളുകൾക്ക് പെൻഷൻ നൽകിയെന്ന് മാത്രം പറയുന്നത് അതും കൃത്യമല്ല. കാരണം പെൻഷൻ ലഭിച്ചവരിൽ ചിലർ മരണപ്പെട്ടതിന് ശേഷവും അവരുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് തുക എത്തുകയായിരുന്നു എന്നതാണ് ഓഡിറ്റ് കണ്ടെത്തൽ. ഇത് സർക്കാർ മനഃപൂർവ്വം മരിച്ചവർക്ക് പെൻഷൻ നൽകിയെന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ പുതുക്കുന്നതിലും പരിശോധന നടത്തുന്നതിലും ഉണ്ടായ വലിയ വീഴ്ചയാണ് അന്വേഷിക്കേണ്ടത്. ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സർക്കാർ ക്ഷേമ പദ്ധതികളിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ചിലവഴിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അർഹരായ ആളുകളിലേക്ക് എത്തണം. അതിനാൽ ഗുണഭോക്താക്കളുടെ പട്ടിക കൃത്യമായി പുതുക്കുകയും മരണപ്പെട്ടവരെയും മറ്റ് അനർഹരായവരെയും സമയബന്ധിതമായി ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെയധികം പ്രധാനമാണ്. ഇതേസമയം ഇതിൽ മറ്റൊരു വശമുണ്ട്. മരണപ്പെട്ട ഒരാളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്നത് മാത്രം കൊണ്ട് ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ കുടുംബം ആ പണം തട്ടിയെടുത്തു എന്ന് പറയാൻ കഴിയില്ല. അക്കൗണ്ടിലേക്ക് പണം എത്തിയോ, ആരാണത് പിൻവലിച്ചത്, എപ്പോൾ പിൻവലിച്ചു, എത്ര തുക പിൻവലിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ആ ഉത്തരവാദിത്തം നിശ്ചയിക്കേണ്ടത്. അന്നത്തെ നഗരസഭാ അധികൃതർ അനർഹമായി വിതരണം ചെയ്ത തുക പരിശോധിച്ച് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇത് നടക്കുന്നത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതിനാൽ ഈ സംഭവത്തെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായി കാണുന്നതിനേക്കാൾ സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്തൃ ഡേറ്റ എത്രത്തോളം കൃത്യമായി പരിപാലിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണമായി കാണുന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം ഇവിടെ നഷ്ടപ്പെട്ടത് 29.7 ലക്ഷം രൂപ മാത്രമല്ല, സർക്കാർ ക്ഷേമ പദ്ധതികളിലുള്ള പൊതുജനങ്ങളുടെ ഒരു വിശ്വാസം കൂടിയാണ്. ഒരു പെൻഷൻ അർഹനായ ഒരു വയോധികന് സമയത്ത് കിട്ടാതെ പോകുമ്പോൾ അത് അയാളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും. അതേസമയം അർഹതയില്ലാത്ത ഒരാളുടെ പേരിൽ സർക്കാർ പണം തുടർച്ചയായി പോകുന്നുണ്ടെങ്കിൽ അതും അതേ സംവിധാനത്തിൻ്റെ പരാജയമാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡേറ്റാബേസുകൾ തമ്മിലുള്ള കൃത്യമായ ഏകോപനവും സമയബന്ധിതമായ പരിശോധനയും ഉത്തരവാദിത്തം ഉറപ്പാക്കലുമാണ്. പത്തനംതിട്ടയിലെ ഈ സംഭവം 2023 ജനുവരിയിൽ പുറത്തു വന്ന ഓഡിറ്റ് കണ്ടെത്തലാണ്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതേ 68 പേരുടെ പണം മുഴുവൻ തിരിച്ചു പിടിച്ചോ, തുടർന്നും എന്ത് നടപടിയെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. അവസാനം ഒരു കാര്യം മാത്രം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നത് ആരുടെയെങ്കിലും ഔദാര്യമല്ല. അർഹരായ മനുഷ്യർക്ക് സർക്കാർ നൽകുന്ന അവകാശപ്പെട്ട സഹായമാണ്.
അതുകൊണ്ട് ആ പണം അർഹരായവരിലേക്ക് കൃത്യമായി എത്തുകയും അനർഹമായ രീതിയിൽ ചോർന്നു പോകാതിരിക്കുകയും ചെയ്യുന്നത് സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഒരുപോലെ ഉത്തരവാദിത്തമാണ്. പത്തനംതിട്ടയിലെ 68 പേരുടെ സംഭവം അതുകൊണ്ട് തന്നെ ഒരു പഴയ വാർത്ത മാത്രമല്ല, സർക്കാർ ക്ഷേമ പദ്ധതികളിലെ ഡേറ്റ എത്ര കൃത്യമാണ് എന്ന ചോദ്യം വീണ്ടും ഉയർത്തുന്ന ഒരു സംഭവം കൂടിയാണിത്. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.